എന്താണ് ഇന്നത്തെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു ക്രൗഡിനോട് പറയാനുള്ളത്? ചില സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ്, നല്ല സിനിമകൾ സംഭവിക്കുകയാണെന്ന് പറയും. ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ അന്ന് തമിഴിൽ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറുണ്ട്, KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് ആ കഥ ആലോചിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ്, ഞങ്ങൾ ചെന്നൈ മോട്ടൻസ് ഹോട്ടലാണ്, ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയി. അതാണ് അം ഹാപ്പി എഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഈ സിനിമ. അവിടെ തിയേറ്ററിലാണ് 100ാം ദിവസം ഓടുമ്പോഴാണ് കാണുന്നത്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ളൊരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ ഒരു എൻ്റർടൈനർ നമുക്ക് ഉണ്ടായിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യണം. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതേ അല്ല. അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയുണ്ട്, ഞാൻ പതുക്കെ വലിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാവുകയും അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്തുകയാണ്. അതിൽ ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിലാദ്യം തെറ്റുണ്ടായിരുന്നു മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് മെഡ്രാസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജുവും ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സാണ്. ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വരും. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭുവും എന്നൊരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ അതാണ്. അത് അവരുടെ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. സിനിമ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്നൊരു ഹിൻഡ്രൻസ് നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു, രഞ്ജിത്ത്. തുടരുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർക്കനം എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് എന്നും രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടിപ്പിടിച്ച് പോകും. സിബിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി, പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദ് ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം. അങ്ങനെ സുരേഷ് ഗോപി വരുന്നു. അങ്ങനെ ഇതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റാകും. അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല, സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആര് വേണം, കമലഹാസൻ വേണോ, രജനീകാന്ത് വേണോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളോടെ അത് ലാലിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ച് ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം. ഹരികൃഷ്ണൻ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുടെ ഒപ്പം 1998 ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും അതിൻ്റെ കൂടെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ, ഈ വലിയ സിനിമ ഹരികൃഷ്ണനെ കണ്ടു.
ഇന്ന് റിലീസ് മാറ്റിയതാണ് പഞ്ചാബി ഹൗസ്. പക്ഷെ ഞങ്ങൾ ഈ സബ്ജക്റ്റിലുള്ള ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തു. 2 സിനിമയും ഒരേ പോലെ ഒരു ഓണക്കാലത്ത് 2 സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് അപൂർവമാണ്. ഈ സിനിമ രണ്ടും വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച മറ്റൊരു അത്ഭുതത്തിലേക്ക് എത്തുകയാണ്. അത് 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ്. ഞാൻ ഏത് ക്യാമ്പസിൽ, പ്രത്യേകിച്ചും വിമൻസ് കോളേജിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്, പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് പുലർത്തുന്നുണ്ട്. അതും ഇപ്പോഴും സസ്പെൻസായിട്ടാണ് തന്നെ തുടരട്ടെ. സിയാദ് കോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. യാദൃശ്യമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമ അതാണ്, ഈ സമ്മറാണ്. എപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ മിസ് ചെയ്യുന്നൊരു നല്ല പ്രൊഡ്യൂസറെയാണ് ഇത്രയും കാലം. കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതാണ്. കഥ എന്താണ്, ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാൽ ഇത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ്. അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും, തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർമാരാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയും. സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരാണ് സിയാദ്. ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ ഒരു വിഷ്വൽസും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. ദേവദൂതനിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ആ സിനിമയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും 21 വർഷത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യൗവനം 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കായിട്ട് ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിലും സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയിലേക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി പര്യവസാനിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യങ്ങൾക്കും കൂടെയുള്ളവരാണ് നന്ദി പറയുന്നു. താങ്ക് യു.